പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കെയിം ബാക്ക്. ഇവരില്ലേ ഈ പുറത്ത് ബിൽഡിംഗിന്റെ CCTV കിട്ടിയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഓരോ സ്വകാര്യങ്ങൾ ഇവർ പറയുന്നതെല്ലാം CCTV ഫുട്ടേജ് ഞങ്ങളിലുണ്ട്. ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. വേറെ അല്ല പഴയതിലോട്ട് പോകണം. ഫയൽ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പോലീസിന് വരേണ്ട ആവശ്യമുണ്ടോ? സംഭവം മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നേരത്തെ കണ്ട സൗമ്യതയോടുകൂടി പെരുമാറിയ വിഷ്വൽസ് 30-ാം തീയതി, ഇപ്പൊ കണ്ട പോലീസ് വന്നത് 1-ാം തീയതി. അങ്ങനെ കല്യാണി പറഞ്ഞ ലോങ് വീഡിയോ എത്തിയിരിക്കുകയാണ്. എന്തായാലും ലോങ് വീഡിയോ കണ്ട ശേഷം എന്റെ കിളി മൊത്തം പാറിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് നുണ പറയാൻ പറ്റൂ? കറക്റ്റ് ആയിട്ട് മാനിപ്പുലേഷൻ ചെയ്ത് സ്ക്രിപ്റ്റഡ് കണ്ടന്റ് ആണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതോടൊപ്പം തന്നെ ക്ലിനിക്കിൽ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റാ ക്ലാസ് ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്, ഫുള്ള് അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കല്യാണിയുടെ വീഡിയോയിൽ ഒന്നും കാണാനില്ല. മിതത്തോടെ പെരുമാറുന്ന ഹസ്ബൻഡ്, അതീവ വിനയത്തോടെ പെരുമാറുന്ന കല്യാണി. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഇന്ന് എക്സ്പോസ് ചെയ്യാം. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട ശേഷം മാത്രം കമന്റ് ചെയ്യുക. ആദ്യം കല്യാണി ചേച്ചിയുടെ കൊണേഡിയിലേക്ക് പോകാം. വീഡിയോ ആണ്. ഇത്രയും താമസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തല്ലോ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളോട് പറയാം, കാണിക്കാം എന്നതിന് ഒരു ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലീഗൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ലെങ്ത് വീഡിയോന് മാത്രമേ ഉള്ളൂ? അല്ല, എന്റെ സംശയമാണ്. അപ്പൊ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലീഗൽ ഫോർമാറ്റ് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലേ? അത് ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാമെന്നാണോ? മെഴുകുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ട്. എന്തായാലും പിടിക്കപ്പെട്ടു, എന്തെങ്കിലുമൊക്കെ ഇനി കാണിക്കണല്ലോ അല്ലെ. ബാക്കി കാര്യം കൂടി കേൾക്കാം. നമ്മളൊരു കാര്യം രണ്ടു വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. രണ്ട് വശം കേൾക്കാതെയെന്നോ? നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും. രണ്ടാളുടെ ആ ക്ലിനിക്കിൽ വിളിച്ച സ്റ്റാഫിന്റെ വോയിസ് അടക്കം നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്യങ്ങൾ അറിയാണ്ട് നമുക്ക് രണ്ടാൾക്കാർ വിലയിരുത്താൻ പറ്റില്ല എന്ന്. അല്ല, ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ഇല്ലായ്മയാണ് എനിക്കിതെന്ന് തോന്നുന്നത്. മെയിൻ ആയിട്ട് നിങ്ങളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറയുമ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ കുറച്ച് വാക്യങ്ങളുണ്ട്. BDS MBBS അതൊന്ന് കേൾക്കാം. അവിടെ ഇരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDS-ഉം MBBS-ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ്. ഈ BDS MBBS-നൊക്കെ പുച്ഛിച്ച് തള്ളാൻ ഞാൻ ആ സൈഡിലൂടെ കടക്കുന്നില്ല. അപ്പൊ ഈ മൂത്ത് വാരി തേക്കുന്ന ക്രീമിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വാരി തേച്ചോളൂ. അത് സൺസ്ക്രീൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഓരോ ആൾക്കാർക്ക് സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പൊ BDS-നെയും MBBS-നെയും പറയുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ആ കാര്യം ചോദിക്കാനുള്ളത്. അടുത്തായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ മെറ്റാ ക്ലാസ്സിൽ പകർത്തി എന്ന് പറയുന്ന കുറച്ച് വിഷ്വൽസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് പ്ലേ ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ട്വിസ്റ്റ് കിടക്കുന്നത്. സ്വന്തമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും. അപ്പൊ ഇത്ര ദിവസം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കായിരുന്നോ? നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? അപ്പൊ അങ്ങേക്ക് നിങ്ങൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞുതരാനോ? അല്ലെങ്കിൽ അവനവനൊരു ബുദ്ധി ഉണ്ടല്ലോ. ഇതൊന്നുമല്ല. ഇത് നാറി മെഴുകി കഴിഞ്ഞിട്ട് അവസാനം ഒരു വീഡിയോ ഇടണ്ടേ? ആ ലെവലിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ മെറ്റാ ക്ലാസിന്റെ പരിപാടി ഇവര് മാനിപ്പുലേഷൻ ചെയ്തത്, അത് കണ്ട ശേഷം നമുക്ക് OG വീഡിയോയിലോട്ട് പോവാം. അതായത് ഒറിജിനൽ വീഡിയോ എന്താ അവിടെ നടന്നെന്നുള്ളതൊക്കെ. അത് അങ്ങനല്ലല്ലോ. ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ട് ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. വേറെ അല്ല പഴയതിലോട്ട് പോകണം. ഫയൽ ഇവിടെ ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ, മറ്റു കേട്ടോ, എല്ലാം വേണം. ഇത്രയും ഡിലേ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യം, കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ, ഇത്രയും ബില്ല് ഇത്രയും ഞാനിപ്പോ ACP ജോയിൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ യു ക്യാൻ മൂവ് ലീഗലി. അപ്പൊ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ഇതിൽ ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എല്ലാം സെറ്റ് ദിവസം അപ്പൊ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ
ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ശരിയാ, എന്തോ മിതത്തോടും സൗമ്യതയോടും കൂടിയാണല്ലേ അവരവിടെ പെരുമാറുന്നത്, പ്രത്യേകിച്ച് ഹസ്ബൻഡും വൈഫും. ക്ലിനിക്കിക്ക് അന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെറ്റാ ക്ലാസ് വെച്ചത് ഹസ്ബൻഡാണ് മെറ്റാ ക്ലാസ് വെച്ചിട്ടാണ് അവിടെ അലമ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് വീഡിയോ ഒന്ന് ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും മെറ്റാ ക്ലാസ് കല്യാണിയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം സത്യം എന്തായാലും വെളിപ്പെടുന്നല്ലോ. അവരുടെ തന്നെ CCTV വിഷ്വൽസ് അതെന്തായാലും നമുക്കൊന്ന് കാണാം, അവിടെ ശരിക്കും എന്താ നടന്നത് എന്നുള്ളത്. ആ ആളുടെ പാന്റും ഷർട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം ആൾ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, മിതമായിട്ട് സംസാരിച്ച ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പോലീസിന് വരേണ്ട ആവശ്യമുണ്ടോ? സംഭവം മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നേരത്തെ കണ്ട സൗമ്യതയോടുകൂടി പെരുമാറിയ വിഷ്വൽസ് 30-ാം തീയതി, ഇപ്പൊ കണ്ട പോലീസ് വന്നത് 1-ാം തീയതി. അതാ പറഞ്ഞത് മാനിപ്പുലേഷൻ എന്നുള്ളത്. ഡോക്ടർ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1-ാം തീയതി ഡോക്ടർ അവിടെ ക്ലിനിക്കിൽ ഇല്ലായിരുന്നു, 30-ാം തീയതിയാണ് അവരെ കണ്ടത്. ശേഷം ഡോക്ടർ പറയുന്ന കാര്യങ്ങളോട്ട് പോവുക. അതിനു മുമ്പ് കല്യാണിയുടെ ഒരു മെഴുകിലൊന്ന് കാണണ്ടേ? മാന്യമായിട്ട് അവിടുന്ന് നിങ്ങൾ കേസിന് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി ഉടനെ തന്നെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. ചേച്ചിന്റെ അടുത്ത് പറയാൻ പോണ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസിനെ കൂട്ടി വന്നു എന്നൊക്കെ ആയിരിക്കും. ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളോടും കേൾക്കാം. I was not in Trivandrum on 1-ാം തീയതി because 30-ാം തീയതി മെയ് 30-ാം തീയതി ശനിയാഴ്ചയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ഇവരെ കണ്ടത്. അത് ആദ്യത്തെ നോണം. ഞാൻ കൊച്ചിക്കാരത്തിയോ, ഐ ക്യാൻ പ്രൊവൈഡ് ദി ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ്, എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്സ്, അവരെ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ എടുത്തിരിക്കുന്നത് കസ്റ്റമർ കെയറിൽ മെയ് 30-ാം തീയതിയാണ് ഹസ്ബൻഡ് വൈഫ് വന്നതിന്റെ കൺഫർമേഷൻ. ആദ്യത്തെ നോണം. രണ്ടാമത്തത് എന്തായിരുന്നു? 1-ാം തീയതി അവർ എന്താ പറയുക റെസീപ്റ്റ് കിട്ടി എന്നുള്ളത്. 1-ാം തീയതി തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിൽ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മെറ്റാ ക്ലാസ്സിൽ ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ? അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റാ ക്ലാസ്സിന് ഷൂട്ട് ചെയ്ത് അവിടെ മെയ് 30-ാം തീയതി 1-ാം തീയതി ജൂൺ 1-ാം തീയതി ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റാ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ, ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30-ാം തീയതി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. അവരെപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സാപ്പ് വഴിയും കൂടെ ഷെയർ ചെയ്യുന്നു, ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റാ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, ഈ പറഞ്ഞവർ ബില്ല് എവിടെയാണ് അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം, ഈ മാസത്തോളം ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30-ാം തീയതി 1-ാം തീയതി അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. ആൻഡ് വി ഹാവ് റിലീസ്ഡ് ഇറ്റ്. കല്യാണി പറയുന്നത് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് എമൗണ്ടിന്റെ മാത്രം ബില്ല് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഇമെയിലോട്ട് അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ്. ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയുകയാണെങ്കിൽ ബില്ല് ഏത് ഇമെയിലോട്ടാണ് അയച്ചു തരണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്. And then we have sent a registered post to her saying that we have already given you all the bills. Despite that you still want all the bills, you let me know if there are specific dates that you're looking, or you're looking at the entire bills again. We can send it to you. That is the reply that we sent. She has not responded. And then the next hard copy. No, hard copy is an internal property. Digital copy can be sent to all of them. And the registered post reply. ഡോക്ടർ പറയുന്നത് കൃത്യമായിട്ട് എല്ലാ ഹാർഡ് കോപ്പിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ട്രൈങ് ടു മാനിപ്പുലേറ്റ്. വിത്ത് പ്രൂഫ് വോയിസ് വന്നപ്പോഴാണ് ഇപ്പൊ ഏകദേശം ക്ലിയർ ആവുന്നത്. പിന്നെ അതോടൊപ്പം ഡോക്ടർ ട്രാവൽ ചെയ്ത ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യങ്ങളോട് ഞാൻ ഒന്ന് വായിക്കാം. കൊച്ചി ടു ട്രിവാൻഡ്രം മെയ് 30-ന് ട്രാവൽ ചെയ്തതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കൊച്ചി ടു ദുബായ് ജൂൺ 1-ാം തീയതി പോയതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നേ ഉള്ളൂ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി കാര്യങ്ങളോടും കേൾക്കാം. മുടക്കിയേക്കുന്നത് ഒരു ആറക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു ആറക്ക സംഖ്യയാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേ മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. ആറക്ക സംഖ്യയാണ് എന്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിന്റെ പേയ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിന്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്തത്? എനിക്ക് ബില്ല് തരുന്നില്ല. പക്ഷെ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ കണ്ട, ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബില്ല് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഇവര് വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പൊ ബില്ല് തന്നു. അപ്പം ഞാൻ ബില്ലെല്ലാം നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പൊ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും അച്ഛ ഗജാന്തരം, അങ്ങനല്ലേ വാക്ക് പറയുന്നത്,
നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ചോറന്നല്ലേ കഴിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്നില്ല? ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ GPay ആണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രൂഫ് ഉണ്ടാവല്ലോ. അപ്പൊ നിങ്ങൾ അയച്ചു കൊടുത്ത ആ എമൗണ്ട്, ടോട്ടൽ ബില്ല് ഇത്ര വന്നു, ലാക്സ് ആൻഡ് ലാക്സ് ആണെങ്കിൽ ഇത്ര വന്നു എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് അവർ അയച്ചു തന്ന ബില്ല് നിങ്ങളിപ്പോ കാണിച്ചു തന്നല്ലോ ഇങ്ങനെ, അത് ഒന്നൊന്ന് കമ്പാരിസൺ ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂടെ? അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഉടായിപ്പ് അത്ര തന്നെ. ബാക്കി കാര്യങ്ങളും കൂടി വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയാം. അതായത് 8 വർഷം മുമ്പ്, എന്റെ മോൻ ഇപ്പൊ 8 വയസ്സാണ്. 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട്, അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അത് അങ്ങനെയാണോ അവർ പറഞ്ഞിരിക്കുന്നത്. എന്റെ മുഖത്തൊരു പാട് എന്നൊരു പ്രയോഗമല്ലേ? അതായത് എന്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മുഖത്തൊരു പാട് വന്നപ്പോ സ്വന്തമായിട്ട് ഞാൻ ചികിത്സിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവനവന്റെ കാര്യം വരുമ്പോ ഈ സൺസ്ക്രീനും ഈ ഫേസ് ക്രീമൊന്നും ഇവര് പ്രയോഗിക്കില്ല. അന്ന് ഡോക്ടറെ കാണാൻ പോവും. അപ്പൊ ഇവിടെ ഹെറിഡിറ്റി, അതായത് അച്ഛനിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ സാധനം പൊളിഞ്ഞോ? ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുമ്പോ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം പറയുന്നില്ല? എനിക്ക് ചെറുപ്പം മുതലേ വന്ന സംഭവമാണ്. വാട്ട് എവർ, ബാക്കി കാര്യം കാണാം. കൺസേൺ ആൻഡ് ദ സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി മൈ വേ ബൈ കല്യാണി, അതായത് ജീവലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാർത്തിയുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡിന് അറിയാലോ. ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വൈഫിനെ നോക്കിയിട്ട് അതിൽ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കെ ആക്കിയാലോ? പിന്നെ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ സ്റ്റിറോയിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ്. അവിടെയും പൊട്ടി. അപ്പൊ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. ആ ഫയൽസ് ഒന്ന് ഡോക്ടർ സബ്മിറ്റ് ചെയ്യുക. അതിന്റെ ആവശ്യമില്ല. കല്യാണിയാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അത് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടല്ല, എനിക്ക് ഹെറിഡിറ്റി, അതായത് അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു പാടാണെന്നുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊരു സമ്മറി അതിൽ ഇത് വ്യക്തമായിട്ടുണ്ടാവും. അതല്ല സ്റ്റിറോയിഡ് ക്രീമോ നിങ്ങൾ ഇല്ല, ഡോക്ടർ കള്ളം പറയുകയാണെങ്കിൽ അടുത്തൊരു ലെങ്ത് വീഡിയോ ആയിട്ട് വരും. എന്തോ പറയാനാ, ഇവിടെ ഗാലറി നിങ്ങൾക്ക് എതിരാണ് ചേച്ചി. ബാക്കി കാര്യങ്ങൾ ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറിന്റെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവർ ഇത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ ക്ലിനിക്കില് ക്യാമറ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. പുറത്ത് റിസപ്ഷനിലൊക്കെ ക്യാമറ വെക്കുന്നത് ഓക്കെ, ഡോക്ടറുടെ ക്യാബിനിലൊക്കെ എങ്ങനെ നമ്മളൊരു ക്യാമറ കൊണ്ടേ വെക്കാൻ പറ്റും? കാരണം നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല, പല സ്ഥലത്തും പാണ്ടായിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എങ്ങാനും ഒരു ഹാക്കർ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഹാക്ക് ചെയ്തിട്ട് പലജാതി കാര്യങ്ങൾക്ക് വിൽക്കാന്നുള്ളൂ. അതൊരു ഹോസ്പിറ്റലിലും ട്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനത്തെ ഒരു വിഷ്വൽസ് കീപ്പ് ചെയ്യില്ല അവര്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ക്യാൻസൽ ചെയ്യും ഫോർ പ്രൈവസി ഓഫ് എ പേഷ്യൻസ്. കുറച്ച് ബുദ്ധിയൊക്കെ ആലോചിക്കാട്ടോ. അടുത്തത് എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ആ ഇൻസ്റ്റയിലെ കമന്റ് ബോക്സിൽ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇവരിങ്ങനെ പറ്റിച്ചു, ബില്ല് തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡോക്ടർ ചൂടാ, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവമല്ലേ. അങ്ങനെ അനുഭവമാണെങ്കിൽ ആ ആൾക്കാരുടെ പ്രൊഫൈൽ എന്തുകൊണ്ട് നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല? സോ ദ ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് ആദ്യത്തെ കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിംഗ് ദാറ്റ് therefore I am എനിക്കും ബില്ല് തന്നിട്ടില്ല. യുവർ അതർ ക്ലയന്റ്സ് told her that they have not given the bill. Why can't she just reveal their name then? Why don't she just put out the name? I'd like to know. ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ കുട്ടി പൈസ തന്നിരിക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ GST ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ബില്ല് തരാതെ നമ്മൾ GST ക്ലെയിം ചെയ്യോ? Where is that? Hello? That's correct, yeah. അപ്പൊ ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഞാനാണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? Why don't they just write to the income tax then? Let people come here and check. ഇതുപോലെയാണോ therefore I am ക്ലിനിക് ആണെന്നും പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോയുടെ താഴത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചിട്ട് കമന്റ് ചെയ്യിച്ച പോലെ ഞങ്ങളുടെ ക്ലയൻസ് ജീവലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ക്ലയൻസ് എനിക്കുണ്ടെങ്കിൽ പ്ലീസ് ഐ ലൈക്ക് ടു നോ. I would definitely would like to know. 3000 ക്ലയൻസോടെ ഞങ്ങൾ ഒരു മാസം കാണും. ആ 3000 ക്ലയൻസിന് ഞങ്ങൾ ബില്ല് കൊടുക്കാണ്ട് നടക്കുക? How will a business run? How can we establish ourselves as a very ethical group then? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ എല്ലാ ബിസിനസ്സുകാർക്കും ഉള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു ക്യാഷ് പേയ്മെന്റ് നടത്തുക. ഇതാണ് there is not a single cash payment that is happening here. Everything is documented, everything is accounted. We give people hard copies when they leave the clinic. Sometimes they request a digital copy, we send it in the WhatsApp and അത് GST നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇവർ ഞങ്ങൾ പകുതി പൈസ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ അവർ തന്നിരിക്കുന്ന എല്ലാ പൈസയും GST നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ. Like I said, I am ready to prove everything on the court.
നിങ്ങൾക്ക് ഞാൻ ഓരോ ഫുട്ടേജ് അയച്ചിരുന്നില്ലേ? അതുപോലെ എവിഡൻസ് 30-ാം തീയതി എന്നെ വന്ന് കണ്ടു. 30-ാം തീയതി മെറ്റാ ക്ലാസ്സിൽ ഷൂട്ട് ചെയ്തത് ആളുടെ ഭർത്താവാണ്, ദി ഇൻസ്പെക്ടർ ഭർത്താവാണ്. അപ്പോഴാണ് ഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, യു ആർ ഷൂട്ടിംഗ് അറ്റ് നോട്ട്, അത് ശരിയല്ല, നിങ്ങൾ ഈ പ്രൈവസി എന്താ പറയുക പോളിസിനൊക്കെ മാനിക്കണം, നിങ്ങൾ അത് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ അത് എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ഗ്ലാസ് ഊരിയ സമയത്ത് ഗ്ലാസ് കൃത്യമായിട്ട് എന്റെ ചെസ്റ്റിലോട്ടായിരുന്നു, അത് കണ്ണിന് ഒരുപാട് കൈ പിടിക്കുന്നത് ചെസ്റ്റിലോട്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് എന്റെ ഷർട്ട് ട്രാൻസ്പെറന്റ് ആണ്, ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോഴാണ് മുമ്പ് കൈയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കൈ ചൂണ്ടിയിട്ട് നാക്ക് പുറത്തിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ കാണിച്ചു തരാം, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് സംഭവിച്ചത് 30-ാം തീയതി. ആ ഫുട്ടേജ് എവിടെ? അവർക്ക് റിലീസ് ചെയ്യാൻ പറയും. അപ്പോഴല്ലേ അത് കഴിഞ്ഞിട്ടാണ് 1-ാം തീയതി ഇവർ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവരെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു, ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വരും, അവിടെ നിന്ന് സംസാരിക്കാൻ ഇവരെ ക്ലിനിക്കിൽ നിന്ന് ഇറക്കി. അതിന്റെ ഫുട്ടേജ് ഐ ഓൾറെഡി സെൻഡ് യു ആദർശ്. അപ്പൊ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കെയിം ബാക്ക്. ഈ ഇവരില്ലേ ഈ പുറത്ത് ഞങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ CCTV കിട്ടിയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഓരോ സ്വകാര്യങ്ങൾ ഇവർ വരുമ്പോൾ പറയുന്നതെല്ലാം CCTV ഫുട്ടേജ് ഞങ്ങളിലുണ്ട്. ഓക്കെ, അതൊക്കെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ബേസിക്കലി ടൈം ലൈൻ എവിഡൻസ് അല്ലേ വേണ്ടുള്ളൂ. ഇത്രയും ഒരു ആര് കത്തിച്ചെടുക്കി ഒരു പബ്ലിക്കിൽ ഞങ്ങൾ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ഹാസ് ടു ബി ഗിവൻ ഇൻ ഷോർട്ട് ഫോർമാറ്റ്. ദാറ്റ് ഇസ് ഇറ്റ്. അതിന് 30-ാം തീയതി ഞാൻ പോയിന്റ് എവിഡൻസ് യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഞാൻ ദുബായിലായിരുന്നു എവിഡൻസ് ഓൾസോ യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഉച്ചയ്ക്ക് കോൺസ്റ്റബിൾ പോലീസ് ഓഫീസേഴ്സ് ക്ലിനിക്കിലോട്ട് വരുന്നതും അതിന്റെ എവിഡൻസ് ഓൾസോ യു ഹാവ് റൈറ്റ് നൗ. ഇനി ഞാൻ ചോദിച്ചിട്ട് കോൺസ്റ്റബിൾ ഞാനല്ലേ വിളിച്ചു വരുത്തിയാലേ വരും, അവർ തന്നെ കോൺസ്റ്റബിൾ പോലീസ് ഓഫീസറിനെ വിളിച്ചു വരുത്തി അവർ തന്നെ എന്റെ ക്ലിനിക്കിൽ പുറത്താക്കോ? ഇല്ലല്ലോ. അതൊരു കോമൺ സെൻസ് അല്ലേ? അപ്പൊ പോലീസുകാർ വന്ന് ഇവർ കൊണ്ടുപോയ ഫുട്ടേജ് ഉണ്ട്. പോലീസുകാർ പോയതിനു ശേഷം ഒരു കുറച്ച് മിനിറ്റ് പോലീസുകാർ പോയി എന്നവർ ഉറപ്പിച്ച ശേഷം വന്നു കഴിഞ്ഞിട്ടുള്ള കല്യാണി മെറ്റാ ക്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ബാക്കിയല്ല. അപ്പൊ വളരെ സൗമ്യമായിട്ട് ഡോക്ടറോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇത് കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ലീഗലി പൊയ്ക്കോളൂ എന്ന് പറയുന്നത്. ആ ലീഗലി പൊയ്ക്കോളൂ എന്ന് പറയാനുള്ള കാര്യം അതിനൊരു 10 മിനിറ്റ് മുന്നേ പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റേഷനോട് കൊണ്ടുപോകുന്നു പറയുമ്പോൾ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തു എന്നതിന്റെ അർത്ഥം. അപ്പൊ അതിന് ഡോക്ടർ പറഞ്ഞോണ്ടിരിക്കുന്നത് ലീഗലി മൂവ് അതിന്റെ അർത്ഥം അവർ കൊണ്ട് കേസ് കൊടുത്തതല്ല. അവർ വന്ന് ക്ലിനിക്കിൽ റക്കസ് ഉണ്ടാക്കിയത് കൊണ്ടാണ്. എനിക്ക് പ്രശ്നം ഇപ്പോഴാണ് ആ കുട്ടി വന്ന് എന്ത് പറയണോ എന്നുള്ളതല്ല. എനിക്കൊരു ഗവൺമെന്റ് ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ ക്ലിനിക്ക് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയത് എനിക്ക് ഇതിന്റെ എൻറ്റയർ സിനാരിയോയിൽ ഏറ്റവും വലിയ പ്രോബ്ലം. That is unacceptable for me. ജീവനക്ഷമയ്ക്ക് തന്നെ ബില്ല് കൊടുക്കാതോ? ബില്ല് വേണ്ട, അവർ കേസ് കൊടുത്ത് ഗവൺമെന്റ് ഞങ്ങൾ പിടിക്കാൻ വരട്ടെ, അപ്പൊ ഞങ്ങൾക്ക് ബില്ല് ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ റൈറ്റ്, വാട്ട് ബില്ല് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് 1000 വട്ടം ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. എഗൈൻ ആൻഡ് എഗൈൻ. ഞാൻ വേറെ കാര്യം, ബില്ല് മാത്രമല്ല അഡ്വാൻസ് അമൗണ്ട്സിന്റെ റെസീപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. It's very transparent here. How will we do business across all cities if we cannot keep things transparent? That's basic. Nonsense, seriously. Others, please, I hope you will. I know the fact that you're recording this and you're putting it out in public. A request is, enough and more evidences I have shared with you. Okay? Yes, now I would like to go to the court in full swing and then give my details there. Because we are a busy group. We have so many things in business to tackle. ഇവർ പറയുന്ന ഓരോ അലിഗേഷൻസിന് അവർ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇതിന് എവിഡൻസ് നിങ്ങൾക്ക് തന്നോക്കിയിട്ടുണ്ട്. And that's time consuming for us. Now I want to really go and full-fledged put this as a legal notice on her because she is lying. That is not right. അതേപോലെ തന്നെ ക്ലയൻസ് എന്തെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ put it out. I would like to speak to that client. നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടില്ലേ? കോർപ്പറേറ്റ് ഓഫീസിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ബില്ല് കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ I would like to know which is my client. ഡോക്ടർ പറഞ്ഞ പ്രകാരം കൃത്യമായിട്ട് ബില്ലും കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് GST അടയ്ക്കുന്ന ആൾക്കാരാണ്. ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നീട് ഒരു ടാക്സ് റെയ്ഡ് വരുമ്പോൾ ആകപ്പാടം മുഞ്ചും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഫേമസ് ആയ ഒരു ക്ലിനിക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കല്യാണിയോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഗൂഗിൾ പേയിലാണ് എല്ലാ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് പറഞ്ഞു. അതിന്റെ ഫുൾ ഒന്ന് ടോട്ടൽ ചെയ്തിട്ട് ഒരു ബില്ല് കാണിക്കൂ. അതോടൊപ്പം തന്നെ ഇവര് നിങ്ങൾക്ക് തന്ന ബില്ലും സെയിം ആണോ എന്ന് പബ്ലിക്കിന് മനസ്സിലാവുമല്ലോ അത് കണ്ടു കഴിഞ്ഞാ. ഞാൻ നിയമത്തിന്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവസാനമായിട്ട് പറഞ്ഞു നിർത്തട്ടെ, സത്യം എന്തായാലും മറന്നേക്ക് പുറത്തു വരും. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സത്യം എന്ന് മറന്നേക്ക് പുറത്തു വരുന്ന ഒരു ലെങ്ത് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ആഴ്ചകളായി. ഇനി അടുത്ത സത്യം മറന്നേക്ക് പുറത്തു വരുമ്പോഴേക്ക് എല്ലാവരും ഈ കാര്യം മറന്നുണ്ടാവും. ഇനി കേസും അതിന്റെ കൂട്ടവും എല്ലാം കൂടി ആയിട്ട് എന്തായാലും കോടതി കയറി ഇറങ്ങാം ഒരുപാട് നാള്. ആ ലെവലിലാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഡോക്ടറുടെ വോയിസ് കേട്ടതിന് ശേഷവും കല്യാണി ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ ചെയ്ത് ഇടുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പബ്ലിക്കിനെ അത് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഷോർട്ട് ഇട്ടിട്ട് ആദ്യം വന്ന ആള് നിങ്ങളാണ്. ഷോർട്ട് ഉദ്ദേശിക്കുന്ന ആ വീഡിയോ എത്രയൊക്കെ നമ്മൾ സൈലന്റ് ആയി ഇരിക്കണം ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ പറ്റൂ. കാരണം അത് അവരവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും അല്ല, ചില സാഹചര്യങ്ങളിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ പറ്റൂ. സൈലൻസ് അതിനൊരു പരിഹാരമല്ല. അപ്പൊ ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ ആരുടെ ഭാഗത്താണ്? അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.